ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മത്തങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങ പുളിങ്കറി. അതിന് വേണ്ടിയിട്ട് 1 കിലോ മത്തങ്ങ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പ്രഷർ കുക്കറിനകത്ത് ഇതിടാമേ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേ. ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കേ. ഇനി ഇതൊരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇതൊരു 2 വിസിൽ വരട്ടെ, എന്നിട്ട് ഓഫാക്കേ. രണ്ടാമത്തെ വിസിൽ വന്നു കഴിഞ്ഞ് ഞാൻ സ്റ്റൗ ഓഫാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ആവിയൊക്കെ പോയി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ മത്തങ്ങയുടെ ആവിയൊക്കെ പോകട്ടെ, ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു പാത്രം വെക്കാം. സ്റ്റൗ ഓണാക്കി പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിലാണേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടട്ടെ. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു, നല്ല ജീരകം. രണ്ട് മുളക് മുറിച്ചിട്ട് കൊടുത്ത് 1 സവാള ഇരിക്കണേ, അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വാടിക്കെട്ടണേ. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. പിന്നെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണേ. ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയത് അതിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണേ. ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ കവർ ചെയ്ത് നമുക്കിടാം. തീ കുറച്ച് വെച്ചേക്കാണ്, തീരെ കുറയ്ക്കണ്ട. സിമ്മിനും തൊട്ട് മേളിൽ ഇരുന്നാൽ മതി. ഇത് 2 മിനിറ്റ് കിടക്കട്ടെ, തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടട്ടെ. നമ്മുടെ തക്കാളി നോക്കാം. ഉടച്ചു കൊടുക്കേ. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കുറയ്ക്കേ. ഇനി ഇതിനകത്ത് പൊടികൾ ഇട്ട് കൊടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് മത്തങ്ങ വേവിച്ചേക്കുന്നത്. എന്നാലും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, രണ്ട് ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട്, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ തിളക്കാൻ.
ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പുളി, നമ്മുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കേ. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിൽ, ഇപ്പം ഞാൻ പുളി പൾപ്പാണ് ഉപയോഗിക്കുന്നത്, പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ നോക്കാം. മത്തങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ടേ. ഓക്കെ, നല്ല വെന്ത്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. തീ ഒന്ന് കൂട്ടാം, മീഡിയത്തിൽ വെക്കാം, എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഒരു 3 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയെ, ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇതൊന്ന് ഉരുകട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ തീയിൽ മതിയേ, ഒന്ന് ഉരുകി കിട്ടട്ടെ. നമ്മുടെ കറി നോക്കാം. നമ്മുടെ ശർക്കരയൊക്കെ ഉരുക്കാണേ. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. ഇതൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ കറി നോക്കേ, മത്തങ്ങ കറി. നാല് മിനിറ്റ് ആയതേ ഉള്ളേ. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഒഴിക്കട്ടെ. നല്ല സൂപ്പർ കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറിയാണ്. ഞാൻ ഇത് ഈ പാത്രത്തിലോട്ടൊന്ന് പകർന്നു വെക്കേ. കണ്ടില്ലേ അമ്മ മത്തങ്ങ പുളിങ്കറി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ കറി റെഡി. മത്തങ്ങ പുളിങ്കറി. ഇത് ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് ഏതിൻ്റെ കൂടെയും പറ്റുന്നൊരു കറിയാണേ. ഇതിനകത്ത് നോക്കേ, ഇത് ചോറിലൊഴിച്ച് വരവി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ.
നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണേ. സത്യം പറയാം ഈ കറി മാത്രം ഒരു പപ്പടം ഉണ്ടെങ്കിൽ ചോറ് സുഖമായിട്ട് കഴിക്കാം, സുഭിക്ഷമായിട്ട് കഴിക്കാം. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.